നമസ്കാരം, ബേഡ് ആർട്സിലേക്ക് സ്വാഗതം. ഇന്ന് ബേഡ് ആർട്സിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് തുടങ്ങാൻ പോണത്. നമ്മുടെ ടോമി ചേട്ടൻ്റെ പറമ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആള് കഴിഞ്ഞ തവണ നട്ട എല്ലാ കൃഷിയും വെട്ടി നിരത്തി മണ്ണ് വെട്ടി കൂമ്പാരമാക്കി അത് തോട് കയറി അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അത് വളമിട്ട് മണ്ണിട്ട് മൂടിയിട്ട് വിത്തിടാൻ ഉള്ള ഐഡിയയിലാണ് ഇപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോം ചേട്ടനോട് ഈ പറമ്പിൽ ഇപ്പം ഏതെല്ലാം വിത്താണ് ഇടണമെന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ വർഷമേ ഇപ്പം ചേട്ടൻ ഈ കിളക്കണ സ്ഥലത്ത് എന്താ നട്ടായിരുന്നത്? ആ കഴിഞ്ഞ നട്ടത് പാവലാണ്. പാവലം. ആ പാവലം പൊട്ടിച്ചാൽ അത് ഗുണമായില്ല. അതിന്റെ പന്തലല്ലേ കാണുമ്പോൾ? അതെ, അതിന്റെ പന്തല്. അപ്പൊ കഴിഞ്ഞ തവണ നട്ടതേ ഇപ്പൊ ഈ ചെത്തി മടിക്കേണ്ട അടിയില്ല, ഇപ്പൊ പൊളിക്കുന്നതിന്റെ ഇടയാ. അതിന്റെ പ്രത്യേകത കഴിഞ്ഞ തവണ പൊലിമിലിക്കാണ് ഇപ്പൊ കൂട്ടിയേക്കണേ. ഇട പൊളിച്ചിട്ടാണ് അത് മണ്ണ് കേടു വരാതിരിക്കാൻ വേണ്ടി ഇട പൊളിച്ചേക്കുക. ഇനിയിപ്പോ ഈ ഇടയില് കുമ്മായിടും. കുമ്മായിട്ടതിന് ശേഷം ചാണപ്പൊടി, കോഴിക്കാട്ടവും ചാണപ്പൊടി മിക്സ് ചെയ്തിടും. അത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം ഇത് മൂടും. മൂടിയതിന് ശേഷം എന്ത് ചെയ്യും? ഇവിടെ ട്രൈസിൽ പാവിയേക്കണ പാവല തൈയുണ്ട്, അത് പറിച്ച് ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തെത്താത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പോണേ. അപ്പോൾ അവിടെ നട്ടുണ്ട്. അപ്പോൾ അത് കാണുക, അതിൻ്റെ ഇടയിൽ വളമിട്ടാണ് നട്ടേക്കുന്നത്. അതുപോലെ നടാനാണ് ഇപ്പോൾ ഈ ചെയ്യാൻ പോണ പണി. അവിടെ നട്ടുണ്ട് കുറച്ച് സ്ഥലം. അപ്പോൾ അത് നടേണ്ട സമയം കഴിഞ്ഞു. അതിൻ്റെ വേരൊക്കെ നിലത്തോട് കൂടി ഒടിയാൻ. എന്നാലും സമയം കിട്ടാത്തത് കൊണ്ട്, സമയക്കുറവ് കൊണ്ട് പിടിച്ച് ഒപ്പിച്ചേക്കണം. അപ്പോൾ ഇതിപ്പം ഓണം വരണേലും മുന്നേ ജനങ്ങൾക്ക് കൊടുക്കണം. വെറുതെ ജനങ്ങളെ കാട്ടിത്തരാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൃഷിക്കാരനല്ല. അപ്പോൾ ഇത് കാണണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വിലയിരുത്തണം. എനിക്ക് പണിക്കാരും ഞാൻ എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുന്നതും ഇത് കാണുന്നതും ഇത് ചെയ്യുന്നതും നിങ്ങൾ കണ്ടുപഠിക്കണം. നിങ്ങൾ കണ്ടുപഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇടുന്നത്. ഒരു മാസം ഒന്ന് കഴിയിട്ടാൽ നിങ്ങൾക്ക് കാട്ടിത്തരാം. വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത തരത്തിൽ, വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാട്ടിത്തരുന്നതായിരിക്കും. ഇതൊന്നല്ല മക്കളെ, പണി വരുന്നുണ്ട്. ഇത് തുടക്കമായിട്ടുള്ളൂ. നിങ്ങൾ കാണണം. ഓണത്തിന് നിങ്ങൾക്ക് ആ കുട്ടി ആഘോഷിക്കാൻ, നല്ല നേരത്തെ ആഹാരം കഴിക്കാൻ, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പല രീതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള പലതരം പച്ചക്കറികൾ ഇവിടെ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, കുമ്മായിട്ടത് കണ്ടു. ഇനി അതിൻ്റെ മുകളിൽ ചെയ്യാൻ പോകുന്ന പണി കാണാം. ഇത് ചാണകവും കോഴിക്കാട്ടും കൂടി മിക്സ് ചെയ്താണ്. ചാണപ്പൊടിയും കോഴിക്കാട്ടും കൂടിയാണ് ഇത് കാണാൻ നിങ്ങൾ ചെയ്യുന്നത്. ഇതാ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൈപ്പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. ഉണ്ടാ ചാണം ഉണ്ടാ, ചാണം കട്ട കണ്ടാ മതി. ഇതാ ചാണം കട്ട് ചെയ്ത് കണ്ടാ. ആണ് പറഞ്ഞ ഒരു അറുപ്പോ വെളുപ്പോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒന്നും തിന്നാൻ കിട്ടില്ല. പണിക്ക് ആളെ നിർത്തിയാൽ ഒന്നും തിന്നാൻ കിട്ടില്ല. അവന് കൂലി 1000 രൂപ കൊടുക്കണം. നേരിട്ട് അമ്മ എന്ത് കിട്ടും കൃഷിക്കാരന്? നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന് വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. ഇവിടുള്ളത് കാണുക.
കണ്ടു. എന്താ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യണം. ഇതിലും നല്ല രീതിയിൽ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് കൈനിറച്ച് കാശുണ്ടാകും. പണിയെടുക്കാതെ പറ്റിക്കാൻ വേണ്ടി നടന്നാൽ ഗോവിന്ദ സ്വാഹ സ്വാഹ വരയ്ക്കും. മനസ്സിലായ? പണിയെടുക്കണം. വിശർപ്പ്, മേല് ചെടിയാവും, മണം ഉണ്ടാവും. എന്നൊന്നും പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഇത്രയും നിങ്ങൾ കണ്ടു, മനസ്സിലാക്കി. പഠിച്ചില്ലേ കുറേ കാര്യങ്ങൾ? നിങ്ങളത് കണ്ട് പഠിക്കുക, ഇത് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഒരു ആഗ്രഹം. കുട എൻ്റെ കുടയാണ് ഇപ്പോൾ ആഗ്രഹം. കടാ ആ മുഖം കാണിക്കേ. അത് അതാ പല നെറ്റിട്ടാണ് നിൽക്കണം എന്നൊരാഗ്രഹം. അത് നിൽക്കും. ഇത് എങ്ങനെ സ്വർണ്ണക്കുട വരും. അതുകൊണ്ടാണ്, അല്ലാണ്ട് സന്തോഷം കൊണ്ടാണ് നിൽക്കണേ. പല പ്രമാണിമാരും ഇതുപോലെ കുട നിർത്തി മുണ്ടും നല്ല വെള്ളം മുണ്ടും എടുത്ത് വരമ്പത്ത് വന്ന് നിൽക്കാറുണ്ട്. പണീരാന്ന് പറയാം. പക്ഷേ എനിക്ക് ആ പണി പറ്റില്ല സുഹൃത്തുക്കളെ. ഞാൻ പഠിച്ചിട്ടില്ല. ഇത് കണ്ടപ്പോഴേക്ക് വലിയൊരു സന്തോഷം തോന്നിയതുകൊണ്ട് നിന്നതാണ്. നിങ്ങളിത് കാണണം, വിലയിരുത്തണം, മനസ്സിലാക്കണം. ഇതുപോലെ കൃഷി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക, ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.